ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതി ബെയിലിൻ ദാസിന് ജാമ്യം നിഷേധിച്ചു കോടതി. പ്രതിയെ ഈ മാസം 30 വരെ റിമാൻഡ് ചെയ്തു. കോടതിയിൽ ന്യായീകരിച്ച് ബെയിലിൻ ദാസ് താൻ കുറ്റക്കാരനല്ലെന്നും അഭിഭാഷക തന്നെയാണ് മർദ്ദിച്ചതെന്നും പ്രതി കോടതിയിൽ പറഞ്ഞു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം ബെയിലിൻ ദാസിനെ തിരുവനന്തപുരം ജില്ലാ ജയിലിൽ എത്തിച്ചു. രാവിലെ 11 മണിക്ക് തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി 11-ലാണ് ബെയിലിൻ ദാസിനെ ഹാജരാക്കിയത്. പ്രതി നിയമപരിജ്ഞാനമുള്ളയാളാണ്. BNS 183 പ്രകാരമുള്ള മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. തെളിവുകൾ നശിപ്പിക്കുവാനുള്ള സാധ്യതയുണ്ടെന്നും സാക്ഷികളെയും ഇരകളെയും സ്വാധീനിക്കുവാൻ സാധ്യതയുണ്ടെന്നും ജാമ്യം അനുവദിക്കരുതെന്നും പ്രോസിക്യൂഷൻ കോടതിയെ ബോധിപ്പിച്ചു. എന്നാൽ താൻ കുറ്റം ചെയ്തിട്ടില്ലെന്നും അഭിഭാഷക തന്നെ മർദ്ദിച്ചു, കണ്ണട പൊട്ടി പുരുകത്തിൽ മുറിവുണ്ടായി എന്നും പ്രതിഭാഗം വാദിച്ചു. ബെയിലിൻ ദാസിന്റെ വാദഗതികളെ തള്ളിയ കോടതി ജാമ്യം നിഷേധിക്കുകയായിരുന്നു. തുടർന്ന് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഈ മാസം 30-ാം തീയതി വരെയാണ് റിമാൻഡ്. പ്രതിയെ ഫോർട്ട് ഹോസ്പിറ്റലിൽ എത്തിച്ച് വൈദ്യപരിശോധന നടത്തിയ ശേഷം തിരുവനന്തപുരം പൂജപ്പുര ജില്ലാ ജയിലിൽ ഹാജരാക്കി. പ്രതിക്കെതിരെ ഇന്ന് ഒരു വകുപ്പ് കൂടി രജിസ്റ്റർ ചെയ്തു. അഭിഭാഷകരുടെ മുഖത്ത് എല്ലിന് പൊട്ടലുണ്ടായതിനെ തുടർന്നാണ് BNS 118 ക്ലോസ് 2 കൂടി ചേർത്തത്. കേസ് കോടതി നാളെ പരിഗണിക്കും. ഇന്നലെ വൈകിട്ട് കഴക്കൂട്ടം തുമ്പ സ്റ്റേഷൻ കടവിന് സമീപത്ത് വെച്ചാണ് പോലീസ് പ്രതിയെ പിടികൂടിയത്. കഴക്കൂട്ടം സ്റ്റേഷൻ കടവ് ഭാഗത്ത് കൂടി പ്രതി സഞ്ചരിക്കുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. പ്രതി സഞ്ചരിച്ച മാരുതി കാറും പോലീസ് കണ്ടെടുത്തു. അഭിഭാഷകയ്ക്ക് മർദ്ദനമേറ്റ് 2 ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രതി പിടിയിലാകുന്നത്. പോലീസ് ബെയിലിൻ ദാസിനെ സഹായിക്കുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങളും ഉണ്ടായിരുന്നു. ഇക്കഴിഞ്ഞ 13-ാം തീയതി ചൊവ്വാഴ്ചയാണ് യുവതിക്ക് മർദ്ദനമേറ്റത്. ഓഫീസിൽ നിന്നും തന്നെ പറഞ്ഞയച്ചത് എന്തിനാണെന്ന് ചോദ്യം ചെയ്തതിനാണ് മർദ്ദനം. ജനം, തിരുവനന്തപുരം.